അങ്ങനെ 2025 വിട പറയുക. 2026 പുതിയ പ്രതീക്ഷകളുമായി നമ്മൾ ചൂടുവയ്ക്കാൻ തുടങ്ങുന്ന ഈ സന്ദർഭത്തിൽ ഇത് കാണുന്ന നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നവോത്സര ആശംസകൾ നേരുകയാണ്. 2025 കേരള രാഷ്ട്രീയത്തിൽ നടന്ന പ്രധാന സംഭവവികാസങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2025 മുൻ വർഷങ്ങളെപ്പോലെ തന്നെ സംഭവ ബഹുലമായിരുന്നു, സംഘർഷപൂരിതമായിരുന്നു. ഭാഗ്യത്തിന് വലിയ പോലീസ് വെടിവെപ്പോ അല്ലെങ്കിൽ ലാത്തിച്ചാർജോ അത്ര വലിയ അനിഷ്ട സംഭവങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ ഒന്നും ഉണ്ടായില്ല. പൊതുവെ ഭാഗ്യം ചെയ്ത ഒരു വർഷമായിരുന്നു 2025 എന്ന് നമുക്ക് പറയാം. അതേസമയത്ത് രാഷ്ട്രീയത്തിൽ വലിയ വേലിയേറ്റങ്ങളും കോളിളക്കങ്ങളൊക്കെ ഉണ്ടാവുകയും 2025 ആ സംഘർഷപൂരിതമാക്കിയ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് PV അൻവറിൻ്റെ രാജി, അതിനെ തുടർന്ന് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അൻവർ വെറുതെ രാജിവെക്കല്ല ചെയ്ത്, അദ്ദേഹം രാജിവെക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന് പകരം അവിടെ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയുടെ പേര് കൂടി പ്രഖ്യാപിച്ചു. പക്ഷെ ആ പേര് KPCC നേതൃത്വത്തിനോ പ്രതിപക്ഷ നേതാവ് VD സതീശനോ അത്ര തന്നെ ബോധിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, മറ്റൊരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ ഈ മുന്നണിയിലേക്ക് കടന്നു വരുന്നതിന് ഒരു പ്രീ കണ്ടീഷനായിട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കുന്ന പരിപാടി, അങ്ങനെ ഒരു സംഗതി ഇതിനു മുമ്പ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത. അതുകൊണ്ട് തന്നെ VS ജോയിക്ക് അവിടെ അവസരം കിട്ടിയില്ല. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്, കോൺഗ്രസിൽ തന്നെ ഏതാനും മൂരാച്ചികൾക്കും അത് രുചിച്ചില്ല. എന്ന് മാത്രമല്ല, PV അൻവറിന് തീരെ രസിച്ചില്ല. പുള്ളി തന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശം ചെയ്തു. അങ്ങനെ ത്രികോണ മത്സരമുണ്ടായി. ത്രികോണമല്ല, ചതുഷ്കോണ മത്സരമുണ്ടായി. BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായി. അവസാനം ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു, M സ്വരാജ് തോറ്റു. ഒരു യുവ മാർക്സിസ്റ്റ് നേതാവ് കേരളത്തിലെ ബുദ്ധിജീവികളുടെ സാംസ്കാരിക നായകന്മാരെയൊക്കെ കണ്ണിലൂണ്ടി എന്നീ നിലകളിൽ പ്രസിദ്ധനായ സ്വരാജിന് ആദ്യം തൃപ്പൂണിത്തുറയിലും പിന്നീട് നിലമ്പൂരും ഉണ്ടായ ഗംഭീരമായ പരാജയങ്ങൾ വലിയ ഒരു തൂവലായിട്ട് മാറി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തെ പിന്നീട് അധികം അങ്ങനെ കണ്ടിട്ടില്ല. പുള്ളി സത്യാനന്ദ രോഗം തുറന്നു കാണിക്കുന്ന പരിപാടി മിക്കവാറും നിർത്തി. ഇപ്പോൾ ഏതാണ്ട് ഷെഡിൽ കയറിയ അവസ്ഥയിലാണ്. PV അൻവറാണെങ്കിൽ വീണടം വിഷ്ണു രോഗം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UDFിൽ ഒരു അസോസിയേറ്റ് മെമ്പറായിട്ട് തിരിച്ചു വരാൻ തുടങ്ങുകയുമാണ്. അൻവർ ഒറ്റയ്ക്കല്ല, കൂട്ടത്തിൽ CK ജാനുവിനെയും കിട്ടിയിട്ടുണ്ട്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ UDFിൻ്റെ കോഴിക്കൂട്ടിൽ കയറാൻ വിസമ്മതിച്ച് പുള്ളി NDAയുടെ കൂട്ടത്തിൽ നെഞ്ചുവിരിച്ച് നിൽക്കുക. അപ്പോൾ അതാണ് അൻവറുമായി ബന്ധപ്പെട്ട ഒരു വിവാദം. അൻവർ ഉണ്ടാക്കിയ ഒരു വൈകാരികമായ അന്തരീക്ഷം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അത് കേരളത്തിലെ മുസ്ലിം സമുദായ അംഗങ്ങൾക്കിടയിൽ പണ്ട് തന്നെ LDFിന് വലിയ പിന്തുണയൊന്നുമില്ല. എന്നാൽ വല്ല കാന്തപുരം സുന്നി ഗ്രൂപ്പോ അല്ലെങ്കിൽ ലീഗിനോട് മറ്റു തരത്തിൽ എതിർപ്പുള്ള ആളുകളൊക്കെ LDFിനെ സഹായിച്ചു. പിന്നെ ഞങ്ങൾ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ മുസ്ലിങ്ങളിൽ അധികം പേരും കോൺഗ്രസ്സുകാരാണെങ്കിലും ഒരു ചെറിയ ഭാഗം LDFുകാരായിരുന്നു. അവരൊക്കെ പിന്നീട് PDPക്കാരും, അതിൽ തന്നെ കുറച്ച് പേര് NDF, പോപ്പുലർ ഫ്രണ്ട് മുതലായ സംഘടനകളിലൊക്കെ പോയി. ശേഷിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. ഇപ്പോൾ അവരും LDF വിരുദ്ധരായിരിക്കുകയാണ്. LDFിലുള്ള മുസ്ലിങ്ങളടക്കം LDFിനെതിരായി. അങ്ങനെ LDFിനെതിരായിട്ട് വലിയൊരു സാമുദായിക ധ്രുവീകരണം കേരളത്തിലുണ്ടായി എന്നുള്ളതാണ് വേറൊരു സംഗതി. അത് ഇക്കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വളരെ പ്രകടമായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ LDF പൂർണ്ണമായിട്ടും തൂത്തുമാറ്റപ്പെട്ടു. അതിന് ഇടയാക്കിയ വേറെ പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങളുമൊക്കെ LDFിൻ്റെ ചെലവിലാണ് എഴുതപ്പെട്ടത്. വെള്ളാപ്പള്ളി പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് എന്ന രീതിയിൽ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. ഏതായാലും കേരളത്തിലെ മുസ്ലിം സമുദായം അതിലെ 99.5% ആളുകൾ ഇപ്പോൾ LDFിനെതിരാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ UDFിന് അനുകൂലമാണ്. വെൽഫെയർ പാർട്ടിയുമായിട്ട് ലീഗ് ഉണ്ടാക്കിയ അവിശുദ്ധ സഖ്യം അത് UDFിൻ്റെ പ്രതിച്ഛായയ്ക്ക് ചെറിയ മങ്ങൽ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ മീഡിയ വഴി ചാനലും മാധ്യമം ദിനപത്രവും ദൈനംദിന അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണം, വിഷലിപ്തമായ പ്രചരണം സമുദായത്തിലെ വലിയൊരു വിഭാഗം ആളുകളെ ബാധിച്ചു, അവരെ സ്വാധീനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് സാമുദായിക ധ്രുവീകരണത്തിൻ്റെ ഒരു തോത്. എന്നാൽ ഇതനുസരിച്ചുള്ളൊരു പിന്തുണ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നോ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ നിന്നോ LDFിന് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ്.
ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലൊക്കെ BJP വലിയ തോതിൽ മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം തിരുവനന്തപുരം നഗരസഭയിലെയും തൃപ്പൂണിത്തുറ നഗരസഭയിലെയും കൊടുങ്ങല്ലൂരെയും പാലക്കാട്ടെയും ഒക്കെ റിസൾട്ട് സൂചിപ്പിക്കും. എന്തിന് താനൂർ മുനിസിപ്പാലിറ്റിയിലും മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലും വരെ BJP മുന്നേറ്റം ഉണ്ടാക്കി. BJP അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സീറ്റുകൾ പിടിക്കുന്നു, കേരളത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നു എന്നല്ലേ ഈ പറഞ്ഞതിനർത്ഥം. BJPയുടെ നില പ്രാദേശികമായി മെച്ചപ്പെട്ടിരിക്കുന്നു. അഥവാ LDFന് ഈ സവർണ ഹിന്ദുക്കളും അവർണരിൽ തന്നെയുള്ള വെള്ളപ്പള്ളി നടേശൻ്റെ ഭാഷ പറഞ്ഞ ഇഴവ ബ്രാഹ്മണർ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളും എതിരായി തീർന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ക്രൈസ്തവരാണെങ്കിൽ ഇടക്കാലത്ത് UDFിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയവരാണ്. ഇപ്പോൾ അവർ കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുന്നു. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലുമൊക്കെ UDF വലിയ മുന്നേറ്റം നടത്തി. പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, തൃശ്ശൂർ കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ, വയനാട് ജില്ലയിലും മറ്റുമൊക്കെയുള്ള ക്രിസ്ത്യൻ പോക്കറ്റുകളിൽ കോൺഗ്രസ് വലിയ തിരിച്ചുവരവ് നടത്തി. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു വിജയത്തിൻ്റെ കാരണം. ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ചു വന്നു. പിന്നെ മുസ്ലിം ലീഗിൻ്റെ പച്ചയിൽ മുസ്ലിം വോട്ടുകൾ തിരിച്ചു വന്നു. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസിനെ തന്നെ പിന്തുണച്ചു. BJP ആണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം, തൃപ്പൂണിത്തുറ, കൊടുങ്ങല്ലൂർ, മാവേലിക്കര, താനൂർ, ഇങ്ങനെ പാലക്കാട് മുതലായ ചില മേഖലകൾ, നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷനിലെ ചില ഡിവിഷനിൽ, കൊച്ചി കോർപ്പറേഷനിലെ നിസ്സാരമായ ഡിവിഷനുകളിലൊക്കെ മാത്രം വിജയിച്ച് ഒരു പ്രാദേശിക പ്രതിഭാസം എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. മാത്രമല്ല BJPക്ക് യഥാർത്ഥ എതിരാളി LDF അല്ല. UDF ഒരു പ്രാവശ്യം കൂടി ജയിച്ചാൽ BJPയുടെ കാര്യം പരിഗണനവും. കാരണം എന്ന് വെച്ചാൽ അന്യഥാ BJPയിലേക്ക് വരുമായിരുന്ന കുറേയേറെ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ, ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ വീണ്ടും UDFിലേക്ക് പോകും. അപ്പോൾ BJP തുടങ്ങിയ സ്ഥലത്തല്ല അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലെത്തും എന്നാണ് ഇതിൻ്റെ ഒരു ഫലശ്രുതി. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇവിടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞിട്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഏറ്റവും ഒടുവിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ. ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശനാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട ലൈംഗിക അപവാദം, അത് രാഹുലിൻ്റെ പ്രതിച്ഛായ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയുടെ മൊത്തത്തിലുള്ള പ്രതിച്ഛായ ബാധിച്ചു എന്നുള്ളതാണ് സത്യം. അതിനോട് അനുബന്ധിച്ച് ഈ ഷാഫി മാഫിയ എന്നറിയപ്പെടുന്ന സൈബർ ഗുണ്ടകൾ സതീശനെതിരായിട്ട് വലിയ കടന്നാക്രമണം സംഘടിപ്പിച്ചു. ഏതായാലും ലോക്കൽ ബോഡി ഇലക്ഷനിൽ തിളങ്ങുന്ന വിജയം നേടിയിട്ട് ഈ ഷാഫി മാഫിയയും ഏതാണ്ട് അപ്രസക്തമായി. കേരള മുഖ്യമന്ത്രിയാവാൻ കുപ്പായം തയ്പ്പിച്ചു വെച്ച ശ്രീമാൻ KC വേണുഗോപാലും ഏതാണ്ട് ഇളിപ്യരായി എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. KCയുടെ ഇളിപ്യതയ്ക്ക് മാറ്റുകൂട്ടുന്ന ഒന്നായി കൊച്ചി കോർപ്പറേഷൻ മേയറുടെ തെരഞ്ഞെടുപ്പ്. KC വേണുഗോപാലിൻ്റെ പിന്തുണ മാത്രം കൈമുതലാക്കി കൊച്ചി മേയറാക്കി ഞങ്ങളെയൊക്കെ സേവിച്ച് നന്നാക്കികളെ എന്ന് വിചാരിച്ചിറങ്ങിയ ദീപ്തി മേരി വർഗീസ് ഒന്നുമാകാതെ പോയതും ഒരു ലോ പ്രൊഫൈൽ കാൻഡിഡേറ്റായിരുന്ന VK ബിനിമോൾ 2.5 വർഷത്തേക്കാണെങ്കിൽ പോലും കൊച്ചിയുടെ നഗരമാതാവാകുന്നത് വളരെ കൃത്യമായ പല സൂചനയാണ് നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയിൽ ഇനി വരുന്ന നാളുകളിൽ ആരായിരിക്കും പാർട്ടിയുടെ നേതാവ് എന്ന ചോദ്യത്തിന് ഉത്തരമായി അത് VD സതീശനായിരിക്കും. 2026 തീർച്ചയായിട്ടും സതീശൻ്റെ വർഷമായിരിക്കും. ഇനി തലയെണ്ണിയാണ് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെന്നിത്തലയും ഉണ്ടാകും. ഇവർ തമ്മിലായിരിക്കും ഒരു ക്ലോസ് ഫൈറ്റ് നടക്കാൻ പോകുന്നത്. അല്ലാതെ KC വേണുഗോപാൽ പുള്ളി ഇനി രാഹുൽ ഗാന്ധിയെ പുതിയ കുഴികളിൽ ചാടിക്കുന്ന ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് വേണം നമ്മൾ വിചാരിക്കുക. ഏതായാലും UDFന് മേൽക്കോയ്മയുള്ള VD സതീശന് ശക്തമായ നിലപാട് താറയുള്ള ഒരു വർഷമായിരിക്കും 2026 എന്ന് നമുക്ക് ഏറെക്കുറെ പ്രവചിക്കാം. LDFനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു തിരിച്ചുവരവ് അസാധ്യമല്ല, പക്ഷേ വളരെ വളരെ ദുഷ്കരമാണ്. പ്രത്യേകിച്ച് കാരണഭൂതൻ്റെ ശാരീരിക ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ മാനസിക ആരോഗ്യ നിലയുമൊക്കെ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനൊരു തിരിച്ചുവരവ് വളരെ ബുദ്ധിമുട്ടാണ്. തീരെ അസംഭവ്യമല്ല, തീരെ അസാധ്യമല്ല എങ്കിൽ പോലും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നവവത്സര ആശംസകൾ നേരുന്നു. ഇനി നമുക്ക് 2026 ആണ്ടിൽ കാണാം.